ഹായ് എവ്രി വൺ, അസ്സാമു അലൈക്കും, നമസ്കാരം. പിന്നെ 2-3 റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിലൊരു ഹെൽത്തി സ്നാക്കിൻ്റെ റെസിപ്പിയുണ്ട്. പിന്നെ നമ്മൾ നോമ്പുറക്കാൻ വേണ്ടിയിട്ട് ഒരു അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും. പിന്നെ മഹാറാണി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ആദ്യം തന്നെ റവ വെച്ചിട്ട് ഒരു അപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 6 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 4 2 ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവ് കുറച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ പറയുന്നതിൻ്റെ ഞാനിവിടെ 6 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു കപ്പിൽ കൂടുതൽ മൈദപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 6 കപ്പ് ആയതുകൊണ്ട് അതിനനുസരിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ ഈസ്റ്റും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 6 കപ്പ് റവയ്ക്ക് 6 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ പിന്നെ അരയ്ക്കണ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ആവശ്യമുണ്ട്, അപ്പോൾ അതൊന്ന് ചിരകിയെടുക്കട്ടെ. ഇനി നമുക്ക് ഈ ഒരു മിക്സ് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച റവ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 1.5 കപ്പ് തേങ്ങയാണ് ആവശ്യമുള്ളത്. അപ്പം ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ജീരകം, ഒരു സവാളയുടെ പീസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കുകയാണ്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ അരച്ചെടുക്കുക. നമുക്ക് ആകെ ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങയാണ് ആവശ്യമുള്ളത്. അപ്പം അത് ഓരോ ബാച്ചിലായിട്ട് ഇട്ടിട്ട് അങ്ങനെ അരച്ചെടുക്കുകയാണ്. നിങ്ങൾ 2 കപ്പോ 4 കപ്പോ റവ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ മെഷർമെൻ്റൊക്കെ കുറക്കണം കേട്ടോ. അപ്പോൾ ഈസ്റ്റിൻ്റെ അളവും അതുപോലെ തേങ്ങയുടെയും വെള്ളത്തിൻ്റെയൊക്കെ അളവൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇതിനിടയിൽ കുറച്ച് ജീരകക്കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ടുള്ള അരി ഒന്ന് കഴുകിയെടുക്കുകയാണ്. അത്താഴത്തിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ജീരകക്കഞ്ഞി ഉണ്ടാക്കണത്. ഇന്ന് മഹാറാണി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 2 ദിവസത്തിന് എടുക്കുന്ന ചിക്കനാണ് ഇപ്പോൾ ഇന്ന് ഒരു ദിവസത്തേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ്. കറിയിലേക്കും അതുപോലെ സ്നാക്കിലേക്കൊക്കെ ഉള്ള സവാള ഒന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ്. ചിക്കൻ കറിയിലേക്കൊരു മസാല പൗഡർ റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ: ഏലക്കായ, ഗ്രാമ്പൂ, ചെറിയ ജീരകം, ജാതിപത്രി, ഇത്രയും കാര്യങ്ങളൊന്ന് വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ, കസൂരി മേത്തി, മല്ലി, കുറച്ച് ഉണക്കമുളക്, ഇത്രയും കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കരിയാതെ ഒന്ന് വറുത്തെടുക്കണം. ഇനി കറിയിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീരും, ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കണം കേട്ടോ. ഞാൻ ചേർക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. ഇത് പാകത്ത് വറവായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. ഇതിനിടയിൽ നമ്മളുടെ ഹെൽത്തി സ്നാക്കിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കി എടുക്കുകയാണ്. സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ക്യാബേജും അതുപോലെ ക്യാരറ്റും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിനിടയിൽ നമുക്ക് അപ്പം ചുട്ടു തുടങ്ങാം. അപ്പോൾ ഈ ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് ഞാൻ നമുക്കൊരു കാര്യം പരിചയപ്പെടുത്തി തരാം. ഞാനിപ്പോൾ റീസെന്റ് ആയിട്ട് ഹിമാലയയുടെ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടെയാണ്. ഇത് പിമ്പിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നുള്ളത്. ഫസ്റ്റ് വാഷിൽ തന്നെ ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇത് 100% നാച്ചുറൽ ആയിട്ടുള്ള നീമെന്ന് ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇറ്റ്സ് സോപ്പ് ഫ്രീ, പാരബൻ ഫ്രീ, പിന്നെ ഇതിൽ സ്കിൻ ഫ്രണ്ട്ലി pHും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ ഇറ്റ് കിൽസ് 99.9% പിമ്പിൾ കോസിംഗ് ബാക്ടീരിയ. ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഫേസിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് അതുപോലെ തന്നെ പിമ്പിൾസ് ഒക്കെ ക്ലിയർ ചെയ്ത് നല്ല ക്ലിയർ സ്കിൻ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദിവസം 2 തവണ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് റിസൾട്ട് കിട്ടും കേട്ടോ. ഇത് ഫേസ് ഒന്ന് വെറ്റാക്കിയതിന് ശേഷം കയ്യിൽ കുറച്ച് മാത്രം എടുത്തിട്ട് ഫേസിൽ നല്ലോണം ഒന്ന് മസാജ് ചെയ്തിട്ട് കഴുകിക്കളയാണ് വേണ്ടത്. ഇത് ആര്യവേപ്പിൽ നിന്ന് ഡിറൈവ് ചെയ്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം നീം ആൻറ്റി ബാക്ടീരിയകൾക്കെതിരെ പ്രവർത്തിക്കാൻ നല്ലൊരു ഔഷധമാണ്.
ഇത് നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും അതുപോലെ തന്നെ ഹിമാലയയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആപ്പിലൊക്കെ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി ബാക്ക് ടു കുക്കിംഗ്. ഇതാ നമ്മളുടെ സവാളയൊക്കെ വഴന്ന് വരുന്നുണ്ട്. മാവ് ഇതാ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക. ഇനി ഇത് നമുക്ക് അപ്പച്ചട്ടിയിലൊന്ന് ചുട്ടെടുക്കുകയാണ് വേണ്ടത്. കുറച്ച് കട്ടിയിലാണ് കേട്ടോ നമ്മളിത് ചുട്ടെടുക്കുക. ഇതാ ഇതുപോലെ ഇരിക്കും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. ചിക്കൻ കറിയിലേക്കുള്ള സവാള ഇതാ ഈ ഒരു രീതിയിലായി വരണം കേട്ടോ. ഈ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ മറന്നു എന്ന്. ഞാനത് ഇപ്പോഴാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. കറിയിലേക്കുള്ള മസാലയൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കറിയിലേക്ക് ഈ ഒരു മസാല പൗഡർ മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കറിയിലേക്ക് ഇത്രയും പച്ചമുളകൊന്ന് കീറിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളുടെ ഹെൽത്തി സ്നാക്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാള, ക്യാരറ്റ്, ക്യാബേജ് ഇത്രയും കാര്യങ്ങളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു മുട്ടയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യാനുസരണം അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. നമുക്കിതെല്ലാം ഒന്ന് കയ്യിൽ കൂടി കിട്ടണം. അതായത് ഇതെല്ലാം ഒന്ന് മിക്സായിട്ട് വരണം. അപ്പോൾ ആ രീതിക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ബേക്കിംഗ് ട്രേയിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുക. അതിന് മുകളിൽ ഒരു മുട്ടയുടെ പകുതി വെച്ച് കൊടുക്കുക. പിന്നെ അതിന് മുകളിൽ ഈ മിക്സ് വീണ്ടും ഇട്ട് കൊടുക്കുക. നമുക്ക് ആ മുട്ട കവർ ചെയ്തിട്ട് നിൽക്കുന്ന രീതിയിൽ ഒന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ കുറച്ച് നേരം ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ക്രിസ്പി ആവണ വരെ അപ്പം ചുടൽ പരിപാടി ഷെയർസ് ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കറിയിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല പൗഡർ ഇട്ട് കൊടുക്കുക. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് പുളിയില്ലാത്ത കട്ട തൈരാണ്. തൈര് 1 കപ്പോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ക്രീം ഏകദേശം 1/2 കപ്പോളം ഫ്രഷ് ക്രീമാണ് കേട്ടോ ഒഴിച്ചത്. അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ മഹാറാണി ഇവിടെ റെഡിയായി. ഈ സമയത്ത് നമ്മളുടെ സ്നാക്ക് പകുതി ബേക്കായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ക്രിസ്പി ആയി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിനിടയിൽ ജീരകക്കഞ്ഞി റെഡി ആവുന്നുണ്ട് കേട്ടോ. അതിലേക്കുള്ള തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറവിട്ടെടുക്കാനാണുള്ളത്. അത് രാത്രി പിന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇതാ നമ്മളുടെ സ്നാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റായി, നോമ്പൊക്കെ തുറന്നു. അപ്പോൾ ഇതാ നമ്മളുടെ സ്നാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്തവണ എണ്ണയിൽ പൊരിക്കാത്ത സ്നാക്ക് തന്നെയാണ് മാക്സിമം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.